സർ, ഇവിടത്തെ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുന്ന 1000 വീടുകളിൽ ഇപ്പോൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇവിടുത്തെ MLA ആയ എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, പാവങ്ങൾക്ക് വീട് പണിയാനായി ഇവർ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. അതിന് വല്ല കണക്കുണ്ടോ, രേഖയുണ്ടോ? അയ്യോ തെറ്റിപ്പോയി. MLA പിരിച്ച ഫണ്ട് കൊണ്ട് പണിതു എന്ന് അവകാശപ്പെടുന്ന ആ 1000 വീടുകൾ എവിടെ? ആ വീടുകളിൽ എത്ര മനുഷ്യർ താമസിക്കുന്നുണ്ടെന്നാണ് വട്ടപ്പൂജ എന്നാ കേൾവി. ഇവിടുത്തെ MLA ആയ എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, പാവങ്ങൾക്ക് വീട് പണിയാനായി ഇവർ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. അതിന് വല്ല കണക്കുണ്ടോ, രേഖയുണ്ടോ? എന്റെ ചോദ്യത്തിനല്ല സാർ മറുപടി പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ 1000 വീടുകളിൽ ഇപ്പോൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇവിടുത്തെ MLA ആയ എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, പാവങ്ങൾക്ക് വീട് പണിയാനായി ഇവർ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. അതിന് വല്ല കണക്കുണ്ടോ, രേഖയുണ്ടോ? ആ 1000 വീടുകളിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ദയവായി മറുപടി പറയൂ സാർ. ഇവിടുത്തെ MLA ആയ എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, പാവങ്ങൾക്ക് വീട് പണിയാനായി ഇവർ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥി, നിങ്ങളെങ്കിലും മറുപടി പറയൂ. നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ പോയി? രേഖയുണ്ടോ, കണക്കുണ്ടോ? ഞാൻ ഉത്തരം പറയും. MLA പാവപ്പെട്ടവർക്കായി നിർമ്മിച്ച 1000 വീടുകളിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അയ്യോ പ്രതിപക്ഷ സ്ഥാനാർത്ഥി, നിങ്ങളെങ്കിലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമോ? പറയാം. എന്താ നിങ്ങളുടെ ചോദ്യം? ചോദ്യം കേൾക്കാതെയാണോ ഇവർ ഉത്തരം പറയുന്നത്? നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ പോയി? രേഖയുണ്ടോ, കണക്കുണ്ടോ? ചോദ്യം വ്യക്തമായി മനസ്സിലായി. ഇതാണ് എന്റെ ഉത്തരം. MLA പാവപ്പെട്ടവർക്കായി നിർമ്മിച്ച 1000 വീടുകളിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അയ്യോ